ആട് 3 പാർട്ട് 1 ലാസ്റ്റ് റൈഡ്. നമ്മൾ ഒരുപാട് വർഷമായിട്ട് കാത്തിരുന്ന സിനിമയാണ്. അവസാന സിനിമ വരുന്ന മാർച്ച് 19 റിലീസാകാൻ പോവാണ്. ഇന്നിപ്പോ ഒന്നും കൂടി റിലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധത്തിന്റെ കിടക്ക് പടം റിലീസ് മാറ്റുന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ റിലീസ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ വരുന്ന 19 പാപ്പനും പിള്ളേരും തിരിച്ചെന്നായിരിക്കും എല്ലാവരും. ആട് സംബന്ധിച്ച് 2015 വന്ന ഒരു പരാജയത്തിലാണ് ആട്. ശരിക്കും തിയേറ്ററിൽ നന്നെ പരാജയപ്പെട്ടു പോയൊരു സിനിമ. പിന്നെ അതിന്റെ DVD OTT അല്ല DVD ഇറങ്ങിയ സമയത്ത് അവരത് റീ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ റീ എഡിറ്റ് ചെയ്ത വേർഷൻ കണ്ട ആൾക്കാർക്ക് ഇത് മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള തരത്തിലുള്ള സ്ലാപ് സ്റ്റിക്ക്, അതായത് ഭയങ്കരമായിട്ടുള്ള തുടരെയുള്ള കോമഡി, അടുത്ത ഡയലോഗ്സ്, ബാക്കിയുള്ളതും. മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞ അതായത് ആ റൈറ്ററിന്റെ, അദ്ദേഹം അതിന്റെ മുമ്പ് ഓം ശാന്തി ഓശാനയുടെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ അയാൾ സ്വതന്ത്രമായി ചെയ്ത ആദ്യത്തെ വർക്ക്. അയാൾ പരാജയമായിരുന്നു, പക്ഷെ അതിന് പിന്നീട് വന്നൊരു കൾട്ട് സ്റ്റാറ്റസ് മലയാളം സിനിമ. അതാണ് ഇപ്പൊ ഓർക്കുന്നത്, ഒരു പരാജയ ചിത്രം തുടങ്ങിയിട്ട് അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ. അത് പരാജയം ആണെങ്കിലും ആ സിനിമയ്ക്ക് DVD ഇറങ്ങിയതിന് ശേഷം വന്ന റെസ്പോൺസ് ആണ് ഇവർക്ക് ആടി 2 എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് തന്നെ എടുക്കാനുള്ള ഒരു. നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാച്ച് കണ്ടൊരു സിനിമ, അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഡയലോഗ്സ്, എടുത്ത് പറയണം. അത് ഓരോ ക്യാരക്ടേഴ്സിന്റെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓൾമോസ്റ്റ് എല്ലാ മെയിൻ ക്യാരക്ടേഴ്സിനും ഒരു 5-6 ക്യാരക്ടേഴ്സിനും ഉണ്ടല്ലോ. അത് എല്ലാവർക്കും ഉണ്ട്. അതായത് ഇപ്പൊ ഫസ്റ്റ് ശരിക്ക് ഈ ഷാജി പാപ്പന്റെ മ്യൂസിക് ഫസ്റ്റ് ആ പരപര പാപ്പൻ വരുന്നതിന് മുമ്പ് വരുന്ന മ്യൂസിക് ആണ് ക്യാപ്റ്റൻ ക്ലീറ്റസ്, ആ ധർമ്മജന്റെ മ്യൂസിക് ക്യാപ്റ്റൻ ക്ലീറ്റസ്, ആ സാധനം. അത് കഴിഞ്ഞിട്ട് ഇത് വരുന്നത് പിന്നെ സർബത്ത് ഷമീർ മുതൽ സാത്താൻ സേവ്യർ തുടങ്ങി ആശാൻ, അറക്കലബീന്റെ, അത് അങ്ങനെ തുടർന്ന് വരിക. അതില് പിന്നെ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര രസമായിരുന്നു. അത് പല സീനുകളിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മ്യൂസിക്കുകൾ. അത് പിന്നീട് അന്നത്തെ സമകാലിക വിഷയങ്ങൾ പലതിനെയും പറ്റിയിട്ട് കാണിക്കുകയും അത് അന്നിറങ്ങിയ പാർട്ടികളുടെ അന്ന് കേരളത്തിൽ വന്ന പാർട്ടികളെ പറ്റിയിട്ടും അന്ന് ഉണ്ടായ കുറെ സംഭവങ്ങളെ പറ്റി വിനായകൻ ഒരു മാറ്റമില്ലല്ലോ. എനിക്ക് അതുപോലെ തന്നെ ഈ നമ്മൾ ടോം ആൻഡ് ജെറി ഒക്കെ കാണില്ലേ, ടോം ആൻഡ് ജെറി കാണുന്ന സമയത്ത് ഒരു ചേസ് ഉണ്ടാവും. ആ ചേസ് കഴിഞ്ഞിട്ട് ടോമിന് എന്തെങ്കിലും പറ്റും, അറ്റ്ലീസ്റ്റ് മൂപ്പര് ചിലപ്പോ ഒരു 60 പീസായിട്ട് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനില് നോർമൽ ആയിട്ട് വരിക. അതുപോലെ തന്നെ ഇപ്പൊ ഇതില് പാപ്പന് അടി കൊള്ളുന്ന ഒരു സീനുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സീൻ അവർ ബ്രേക്ക് ചെയ്യാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സിന് അടി കൊണ്ടാലും ഓക്കെ. നമ്മളെ ആദ്യത്തെ സുധീർ ഗോപാൽ കല്യാണ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് സിനിമയിൽ തന്നെ അവര് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്യാപ്റ്റൻ ക്ലീറ്റസിന്റെ മുമ്പ് ഡൂഡിന്റെ മ്യൂസിക് ഫസ്റ്റ് കാണിക്കുന്ന ഹെവി ആയിട്ടുള്ള ഒരു ഇൻട്രോ. ആ ഇൻട്രോ കഴിഞ്ഞപ്പോ തന്നെ ആ മറ്റേ സാധനത്തിന്റെ പേരെന്താ മനസ്സിലാക്കി സിനിമയുടെ ഈ എങ്ങനെ പോലെന്നുള്ളത്. അത് ഇപ്പോ ആട് 2ലേക്ക് വരുമ്പോ ഇതേമാതിരി തന്നെ അവര് ഈ ആട് 2 വലിയൊരു പരീക്ഷണം, പരാജയപ്പെട്ട സിനിമ അങ്ങനെ ഒരു ചരിത്രം നമുക്കില്ല. അന്ന് ഫേസ്ബുക്ക് അത്രയും അടിപൊളിയായിട്ട് നിൽക്കുന്ന സമയത്ത് അതിലാണ് റിക്വസ്റ്റ് സെക്കൻഡ് പാർട്ട് വരണം. പിന്നെ പല യൂട്യൂബിലൊക്കെ വരുന്ന വീഡിയോസിന്റെ താഴെ ഇതിന്റെ ഒരു തുടർച്ച വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള മാതിരി. കാരണം ആ യാത്ര അവിടെ കഴിഞ്ഞിരുന്നില്ല, ശരിക്ക് കംപ്ലീറ്റഡ് ആയിരുന്നില്ല. അത് വേറൊരു ഇതിലേക്ക് അനിശ്ചിതത്വത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു. പക്ഷെ ആട് 2 വന്ന് നോക്കുമ്പോ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെ പ്രേക്ഷകരെ ശരിക്കും എക്സ്പ്ലോർട്ട് ചെയ്യുന്ന രീതിയിൽ നന്നാക്കി കൊണ്ടുവന്ന് അതിൽ കുറച്ച് മാസും പിന്നെ കോമഡിയും ഒക്കെ കലർത്തി. അതെ കോമഡി, അതിൽ മാസ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു ആട് 2-ല്. അതായത് ആട് ഫസ്റ്റിനെ സംബന്ധിച്ച് നോക്കിയിട്ട് സെക്കൻഡിലേക്ക് വരുമ്പോ ഒരു ആക്ഷൻ സീക്വൻസ്, ഇൻട്രോ അത്രയും പാപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറച്ച് മാസായിട്ട് അതന്നെ ഇപ്പൊ നമ്മൾ ആട് 3യുടെ ട്രെയിലർ ഫസ്റ്റും കണ്ടത്. അത് തുടങ്ങിയപ്പോ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടൊരു മാസ് ക്യാരക്ടർ വന്നിട്ട് ആ ഓർമ്മയിൽ വീശിയിട്ട്. അല്ല അത് നമ്മള് ആടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ട്രെയിലർ അവിടെ വേണം. എന്നിട്ട് വിനായകന്റെ സാധനമല്ലോ മതി, അത് മതി, ഇനി മതി അറിയില്ലേ. അത് സിനിമ കോമഡി അതന്നെ. നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇപ്പത്തെ കാലഘട്ടം നോക്കുമ്പോ
സ്ലാപ്സ്റ്റിക് ഹ്യൂമർ ഫിലിംസ് ഇപ്പൊ ഇല്ല. ഒട്ടും ലൗഡ് ആയിട്ടുള്ള പടങ്ങളില്ല, ഒക്കെ സബ്റ്റിൽ ആയിട്ടുള്ള പടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവൻ പ്രേമല് വരെ നോക്കുകയാണെങ്കിൽ. പക്ഷെ ഇവർക്ക് അതൊരു സിനിമാറ്റിക് ഫ്രീഡം ഉണ്ട്. അത് ഇവർക്ക് ആ ഒരു സാധനം ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട്. കാരണം ഇനി പുതിയതായിട്ട് അങ്ങനെ കൊണ്ടുവന്ന് അതില് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് മൊത്തം എടുത്ത് നോക്കിയാലും അതിൽ റാഷണലി തിങ്ക് ചെയ്യണ ഒരാളും ഇല്ല. ഒക്കെ ഒന്നിനും മെച്ച ആയിട്ടുള്ള ആൾക്കാരാണ്. വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഈ സെറ്റ് മണ്ടന്മാര് ഇനി പഴയ കാലഘട്ടത്തിൽ പോകുമ്പോ ഒരാൾ രാജാവും അധികാരികളൊക്കെയാണ്. ഇവര് അത് ചിലവര് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി സ്വാപ്പ് മാതിരി ഒരു സംഗതി കൂടി അതിലുണ്ട് എന്നുള്ള ഇറങ്ങി കഴിഞ്ഞപ്പോ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വരിക സത്യം പറഞ്ഞാൽ നന്നാവും. ഭയങ്കര കാരണം പടക്കളത്തിന്റെ ട്രെയിലറിൽ ബോഡി കൺട്രോൾ മാത്രമേ ഉണ്ടായിരുന്നു. നമുക്ക് പടം സ്വാപ്പിംഗ്, അതേപോലെ സർപ്രൈസ് സർപ്രൈസ് ഉണ്ടാവുന്ന അറിയില്ല. കാരണം ഒന്ന് രണ്ട് സർപ്രൈസ് ഉണ്ടെന്ന് ഓൾറെഡി ഡയറക്ടറും അതേപോലെ തന്നെ പ്രൊഡ്യൂസറും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എക്സ്പെക്ടേഷൻസ്. ഇനി നമുക്ക് ടെക്നീഷ്യൻസിന്റെ കാര്യം നോക്കാം. ഇപ്പൊ DOP വന്നിട്ടുള്ളത് അഖിൽ ജോർജ് ആണ്. നമുക്കറിയാം 2018 പോലത്തെ വലിയ സിനിമകളുടെ DOP ആണ് പുള്ളിക്കാരൻ. അതേപോലെ തന്നെ ഐഡന്റിറ്റി നമുക്ക് എടുത്തു പറയാം. കാരണം അത്രയും ബെസ്റ്റ് ആ സിനിമക്ക് ക്യാമറയുടെ വർക്ക് കാണാൻ വേണ്ടി മാത്രം പടം കാണാം. ക്ലൈമാക്സ് ഷോട്ടും ഫൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോ ഒരു ടെക്നീഷ്യൻ ചേഞ്ച് വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് DOP-യിലാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ സ്ഥിര ആൾക്കാരായിട്ടുള്ള ലിജോ പോൾ എഡിറ്റർ, സ്റ്റെഫി സേവിയർ ആണ് കോസ്റ്റ്യൂം എടുത്ത് പറയണ്ട. കാരണം രണ്ട് കാലഘട്ടം ഉണ്ട്. ആ കോസ്റ്റ്യൂംസിന് ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ ജയസൂര്യ ഒഴികെയുള്ള ബാക്കി എല്ലാ കോസ്റ്റ്യൂമും അവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഒരു വയലറ്റ് കളറ് ഷർട്ട് ഇതായി കഴിഞ്ഞാൽ അത് അബുവായി. ആ ചോപ്പ് കോട്ടിട്ട് ഞാൻ ഓരോ ക്യാരക്ടേഴ്സിനും ആ കോസ്റ്റ്യൂമിൽ ഒരു ഐഡന്റിറ്റി. അതെ അതെ അതെ. ജയസൂര്യയുടെ കാര്യം പറയുമ്പോൾ സരിത ജയസൂര്യാണ് ജയസൂര്യയുടെ കോസ്റ്റ്യൂം. സെക്കൻഡിൽ ആ പാപ്പന്റെ മുണ്ടിന്റെ ഇപ്രാവശ്യം സ്ട്രൈപ്സ് ആണ് ഷർട്ടിലും മുണ്ടിൽ. അതേപോലെ തന്നെ ഒരു കാവി കളറ് വലിയൊരു ഷർട്ട് ഒരു മുണ്ടെടുത്ത് കഴിഞ്ഞാൽ ബിജിക്കുട്ടിന്റെ ക്യാരക്ടർ ഒക്കെ. അപ്പൊ ഓരോരുത്തർക്കും ഐഡന്റിറ്റി ഉണ്ടാവും കോസ്റ്റ്യൂംസിന്. പിന്നെ അതുപോലെ തന്നെ മുമ്പത്തെ കാര്യം പറയണം. ഇത് അടുത്തത് മേക്കപ്പിന്. അതെ, അതും സ്ഥിരം റോണക് സേവിയർ ആണ്. അത് ഇമ്പോർട്ടന്റ്. ഇതില് വന്നിട്ട് വിനായകന്റെ മേക്കപ്പ് ഒക്കെ അതായത് ഡൂഡും ഇപ്പൊ അതിൽ കാണിച്ച ആളും തമ്മിൽ ഒരു ബന്ധമില്ല. അത് ഭയങ്കര കോൺട്രാസ്റ്റ് ഉണ്ട് അത് കാണുമ്പോ. അതുപോലെ തന്നെ അത് എല്ലാരും ലുക്ക് ചേഞ്ച് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സൈജു കുറുപ്പാണെങ്കിൽ പോലും അതല്ല, വിജയ് ബാബു ഇനിയിപ്പോ ചെറിയ ഇപ്പൊ നോബി അത്ര പോലത്തെ ആൾക്കാരാണെങ്കിലും നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് അനീസ് നാടോടെയാണ് ആർട്ട് വന്നിട്ടുള്ളത്. അത് നമുക്ക് എടുത്തു പറഞ്ഞു വെച്ചാൽ ആ പീരീഡ് പോർഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആ ട്രെയിലർ ഒരു പാലം കാണിക്കണ്ടല്ലോ, അതിൽ മിഥുൻ മേനോൻ പറഞ്ഞായിരുന്നു ആ പാലത്തിന്റെ സെറ്റ് പണി കഴിഞ്ഞപ്പോഴാണ് പുള്ളി വിചാരിച്ചേക്കാട്ടി വലിയ പാലായി അത്. അപ്പോഴാണ് സിനിമയുടെ ഒരു ഗ്രാൻഡിയർ ആയത്, അതിന്റെ ഒരു സ്കോപ്പ് കുറച്ച് വലുതായത്. അതുമ്മലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലത്തിന്റെ മുകളിൽ പല സംഗതികളും കാണാം. ആ പാലം ഒരു കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ആ കുടിലുകളും സെറ്റ്, ആ പാലക്കാട് ഇട്ട് കംപ്ലീറ്റ് സെറ്റ് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് സെറ്റ് ഇട്ടിട്ട് ആ മഴയിൽ ഒലിച്ചു പോയിട്ട് രണ്ടാമത്തെ ഇട്ട സെറ്റാണ് അത്. അപ്പൊ അതൊക്കെ പിന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ടെക്നീഷ്യൻ ടീമും കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. അടുത്തത് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. മ്യൂസിക് തന്നെ നമുക്ക് അറിയാം, ഓൾറെഡി ഷാൻ റഹ്മാനാണ് കാര്യം ചെയ്തിട്ടുള്ളത്. അത് ഒറിജിനൽ സ്കോർ. ഇപ്പൊ ഇതില് ഡോൺ വിൻസെന്റും കൂടി വന്നിട്ടുണ്ട്. മിക്കവാറും ആ പീരീഡ് പോർഷൻസ് ഒക്കെ പുള്ളിയേക്കാൻ ചെയ്തിട്ടുണ്ടാവുക. ഡോൺ വിൻസെന്റിന് ഒരു ഓൾറെഡി മ്യൂസിക് ഡയറക്ടർ ഉള്ള ഒരു ഫിലിമിൽ വർക്ക് ചെയ്യണതിന് ഒരു ഇതില്ലാത്തതാണ്. കാരണം അഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അപ്പൊ 2018 അല്ലാതെ തന്നെ ഇപ്പൊ ലോകയുടെ സൗണ്ട് ഡിസൈൻ മൂപ്പരാണെന്ന് പറയണം. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതുള്ള ആളല്ല. അപ്പൊ ഇത് നന്നാവുള്ളൂ ചെയ്യാം കുറച്ചും കൂടി. അതാ ട്രെയിലർ കണ്ടപ്പോ തന്നെ നമുക്ക് ആ മിക്സിങ് ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരനാന്ന് കേട്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടി ഇട്ടുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത് എപ്പിക് ഫാന്റസി, അതായത് 2 ടൈം ലൈൻ, 2 അല്ല 3 ടൈം ലൈൻ വരുന്നുണ്ട്. ഈ സിനിമ മെയിൻ ആയിട്ട് 2 ടൈം ലൈനാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ ആ എപ്പിക് ഫാന്റസി പരിപാടി ഒരു ജോണർ ഷിഫ്റ്റ് നമ്മൾ എടുത്തു പറയണം. കാരണം ഒരു കോമഡി പടത്തിന് ഇത്രയും വലിയ ബജറ്റ് വരാൻ പാടില്ല. കാരണം കത്തനാര് പുള്ളി ഒഴിവാക്കും. കാരണം ഈ സിനിമ എന്ന് പറഞ്ഞപ്പോ അന്ന് ആൾക്ക് വിശ്വസിച്ചില്ല. ഇപ്പോ അത് വിശ്വസിക്കുന്നുണ്ട്. കാരണം 2 പ്രൊഡക്ഷൻ ഹൗസും വരുന്നുണ്ടല്ലോ പടത്തിന്. അതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നീലക്കൊടുവിയുടെ പിന്നാലെ പോകുന്നു. സെക്കൻഡ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അവര് കമ്മട്ടത്തിന്റെ പിന്നാലെ പോകണം. ഇപ്രാവശ്യം എന്തിന്റെ പിന്നാലെ പോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഏത് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എന്തിനാണ് ഈ പീരിയഡ് പോർഷൻ എന്നുള്ളതിനൊരു റീസൺ വേണം. അല്ലാതെ വെറുതെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ ഈ കണക്ഷൻ എങ്ങനെയാണ് എന്തിനാണ് അങ്ങനെ അല്ല. കാരണം ഇതൊരു 2 പാർട്ട് ഫിലിമാണ്. അപ്പൊ അവര് അടുത്ത പാർട്ടിലേക്കുള്ള ഒരു ഇതിലാണ് ഇത് നിർത്തണമെന്നും പറയണം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരിപ്പോ ജോണർ ഷിഫ്റ്റ് നടത്തി കഴിഞ്ഞാൽ കൂടെ സ്ക്രിപ്റ്റിന്റെ മുകളിൽ അവർക്ക് അത്രയും വിശ്വാസമുണ്ട്. അതാണ് ഇത്ര ബഡ്ജറ്റ് ഇട്ടിട്ട് ഈ സിനിമ ചെയ്തിരിക്കണതാണ്.
അത് നമ്മൾ ആദ്യം വിചാരിച്ചു ഓൾറെഡി 2 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് എത്ര ബഡ്ജറ്റ് എന്ന് വിചാരിച്ചു. അല്ല, ഇങ്ങോട്ടും കൊണ്ട് വരാണ്ട്, അത് ഷൂട്ട് ചെയ്യാണ്ട്. ഒരു പടത്തിന്റെ ഡ്യൂറേഷന്റെ കാര്യം ഇതും പറഞ്ഞിട്ടുണ്ട്, അറൗണ്ട് 3 മണിക്കൂർ വരുന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇനിയിപ്പോ ആട് 3 ഇത് സെക്കൻഡ് പാർട്ട്, അതിന്റെ ഗ്ലിംസ്, അതായത് ഫ്യൂച്ചറിന്റെ ഗ്ലിംസ് ഈ സിനിമയുടെ അവസാനം ഉണ്ടെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. സത്യം നല്ല എക്സൈറ്റഡ് ആണ് നമ്മള്. കാരണം 9 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോ, ഞാനന്ന് 9ാം ക്ലാസ്സിലായിരുന്നു ആടുത്തി പറഞ്ഞ സമയത്ത്. ഞാൻ ആട് ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് 7ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ അന്ന് എന്റെ ചെറുപ്പം തൊട്ടേ എന്റെ കൂടെ വരുന്ന ക്യാരക്ടേഴ്സ് ഇപ്പോഴും ഞാൻ ആ സിനിമ കാണുന്ന റീവാച്ച് ചെയ്ത് നോക്കുമ്പോ ആ ഡയലോഗ്സ് ഒക്കെ കാണപ്പെട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. സത്യം പറഞ്ഞാല് ആടുന്ന പേര് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ടിലെ ആടുണ്ടായിരുന്നു, സെക്കൻഡ് പാർട്ടില് ചെറിയൊരു ക്യാമിയോ പോലെ അറിയുന്നില്ല. അല്ല, ഉണ്ടാവുന്നാണ് മിഥുൻ പറഞ്ഞത്, ഡയറക്ടർ പറഞ്ഞത്. ഒരു ഷോട്ടെങ്കിലും കാരണം സിനിമയുടെ പേര് അതാണല്ലോ. അപ്പൊ നമുക്ക് ഈ പെരുന്നാളിന് കനത്ത ആഘോഷമാക്കാൻ പോകുന്ന ഒരു സിനിമ വരുന്നു എന്നുള്ളതാണ്. എല്ലാരും അവരവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ക്യാരക്ടേഴ്സോ ഡയലോഗ്സോ മ്യൂസിക്കോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താ വെച്ചാൽ